റോക്കിയും സിജോയും തമ്മിലുള്ള പ്രശ്നത്തിൽ അവസാനം റോക്കി സിജോയെ ഇടിച്ചിട്ട് വീട് വിട്ട് പുറത്തു പോകുന്നു. സോഷ്യൽ മീഡിയ അത് വലിയ ചർച്ചയാക്കി മാറ്റിയപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ചെയ്ത ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു: തല്ലുകൊള്ളി എന്നുള്ള പേരിലായിരിക്കും വരുന്ന കാലഘട്ടത്തിൽ സിജോ അറിയപ്പെടുവാൻ പോകുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊന്ന് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനകത്ത് വെച്ച് തല്ലു വാങ്ങിക്കൂട്ടിയവൻ തല്ലുകൊള്ളി എന്നുള്ള പദമായിരിക്കും സിജോയ്ക്ക് ഇനിയും ആൾക്കാർ ഇട്ടുകൊടുക്കുവാൻ പോവുക. ശരിയാണ്. അതിനുശേഷം സിജോയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഒരു പ്രസ്താവന ബോധപൂർവമോ അബോധപൂർവമോ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. വാസ്തവത്തിൽ സിജോയുടെ മേലുള്ള ഒരു മേലെഴുത്തായി അത് വീണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നാണം കെട്ട വാക്ക് തൻ്റെ ജീവിതകാലം മുഴുവൻ തന്നെ പിന്തുടരുകയും വേട്ടയാടുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ വീണ്ടും ആവർത്തിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ജയിലിൽ നടന്ന അടിയോടുള്ള ബന്ധത്തിലാണ്. ജാസ്മിൻ ജിൻഡോയെ തല്ലുന്നു. നന്ദന മാത്രമാണ് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. നന്ദനെ അത് വന്ന് അൻസിബയോട് സംസാരിക്കുന്ന ഒരു രംഗം അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ കാണുവാൻ കഴിഞ്ഞു. ആ സമയത്ത് അൻസിബ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ആണാണ് എന്ന് പറഞ്ഞ് അയാളുടെ ശരീരത്തിൽ തല്ലിയാൽ അയാൾക്ക് വേദനിക്കില്ലേ? അയാൾക്കും അഭിമാനമില്ലേ? ഇതൊരു ചോദ്യം തന്നെയാണ്. അയാൾക്കും അഭിമാനമില്ലേ? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അഴുക്ക് ചാലിലോ ഓടയിലോ കിടന്ന ഒരാളിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ബിഗ് ബോസ് വീടിനകത്തേക്ക് കൊണ്ടുവന്നതല്ല. സമൂഹത്തിൽ മാന്യതയും വിലയും നിലയുമുള്ളവനായി കഷ്ടപ്പെട്ട് അതിനെയൊക്കെ അച്ചീവ് ചെയ്ത് അങ്ങനെ മുൻപോട്ട് പോയിരുന്ന വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്ത് മാന്യമായ രീതിയിൽ തന്നെയാണ് ബിഗ് ബോസിനുള്ളിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ച് പിടിവാശിയുടെ അവസാനം ഒരു പെൺകുട്ടി അയാളെ അടിക്കുകയാണ്. അയാൾക്ക് വേദനിക്കില്ലേ? വേദനിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അയാൾക്ക് അഭിമാനമില്ലേ? സിജോയ്ക്കുണ്ടാകുന്ന അപമാനഭാരത്തെക്കാൾ വലുതല്ലേ ഇവിടെ ഉണ്ടാകുന്നത്? കാരണം ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും മാലോകര് കാണുക പരസ്യമായി തല്ലുകൊണ്ടിട്ട് നടക്കുന്നവൻ എന്നാരെങ്കിലും അയാളുടെ മുഖത്ത് നോക്കി വിളിച്ചാൽ ജിൻഡോയ്ക്ക് എന്തു മറുപടിയാണ് പറയാനുണ്ടാവുക? ഇതൊക്കെ ഒരു ഗെയിമല്ലേ, ഗെയിമിന്റെ ഭാഗമായി കണ്ടാൽ പോരെ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ഇത് അപമാനകരമായൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ പാതിരാത്രി 1 മണി കഴിഞ്ഞ സമയത്ത് ജിൻഡോയായിരുന്നു ജാസ്മിന്റെ പുറത്ത് ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തി കുറഞ്ഞോ ഒന്ന് കൈവച്ചിരുന്നതെങ്കിൽ ജാസ്മിൻ എന്തായിരിക്കും അവിടെ ഉണ്ടാക്കുന്ന പുകില്? ജാസ്മിൻ പോകട്ടെ, വാഴകൾ നന്മമരങ്ങൾ കളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ചുറ്റിലും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവരെന്തായിരുന്നിരിക്കാം അവിടെ ഉണ്ടാക്കുന്ന പുകില്? എല്ലാ ആൾക്കാർക്കും കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ വീട്ടിൽ ജിൻഡോ വധം ബാലെ തന്നെ എല്ലാ ആൾക്കാരും മാറി മാറി നടത്തുമായിരുന്നു. അപ്പോൾ ജിൻഡോയ്ക്ക് അപമാനമില്ല, ജിൻഡോയ്ക്ക് നോവില്ല. ജിൻഡോ ഏതോ അന്യഗ്രഹ ജീവിയാണ്. ഇതൊന്നും അങ്ങരെ ബാധിക്കുന്ന കാര്യവുമല്ല. സത്യത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ലജ്ജാകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ഈ സീസണിലെ മത്സരാർത്ഥികൾ തന്നെയാണ്. ഒരല്പം പോലും ഉളുപ്പില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഈ ആൾക്കാരുടെയും അവസ്ഥ. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കാൻ അറിയാവുന്ന ഒരു കൂട്ടം നികൃഷ്ട ജീവികളാണ് ഈ സീസണിൽ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടു പക്ഷമുണ്ടാവില്ല. അല്ലായിരുന്നുവെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഒരുമിച്ച് നന്ദനെ അവിടെ ശബ്ദമുയർത്തിയപ്പോഴെങ്കിലും നന്ദനയ്ക്കൊപ്പം ആ പറഞ്ഞത് റൈറ്റാണ്, കാര്യം പറയുന്നതിന് ഏതു വ്യക്തിക്കും അവകാശമുണ്ട്, അതിനപ്പുറത്ത് കൈകൊണ്ട് കാര്യം പറയാൻ പാടില്ല എന്നെങ്കിലും പറഞ്ഞ് അവിടെ ഒരു തരംഗമുണ്ടാക്കുവാൻ ഒരാൾ പോലും ശ്രമിച്ചില്ലല്ലോ. അപ്പോൾ ഈ മനുഷ്യരെ എന്താണ് പറയേണ്ടത്? ഇവരെ ഓർത്ത് ലജ്ജിക്കണം. ഈ നിലവാരവും നിലപാടുമില്ലാത്ത മനുഷ്യരുടെ കളികൾ കാണുവാൻ വേണ്ടി മലയാളി വീണ്ടും ടെലിവിഷനും തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗതികേടാണ് ഏറ്റവും വലുത്. ഇന്ന് വൈകിട്ട് ലാലേട്ടൻ വരുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആ വീട്ടുകാർ അതൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി അത് കുത്തിപ്പൊക്കാൻ പോയി കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ പല്ലിട കുത്തി മണപ്പിക്കുന്നത് പോലെയായി പോകും. കാരണം അന്നേരം പറയാതിരുന്നിട്ട് പിന്നൊരവസരം കിട്ടിയപ്പോൾ അതിനെ ഒരു പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള കളിയായിട്ട് മാത്രമേ ഇനി അതിനെ കാണുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ അൻസിബയുടെ ചോദ്യത്തിന് ആര് മറുപടി പറയും? അയാൾക്കും അഭിമാനമില്ലേ? ഒരു പെണ്ണിന്റെ കയ്യിലെ തല്ലുകൊണ്ടിട്ട് വന്നിരിക്കുന്നു എന്ന് അയാളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അയാൾക്ക് എന്തു മറുപടിയാണ് പറയാനുണ്ടാവുക?